ഇന്നത്തെ ചിന്ത മനപ്രയാസത്തിനുള്ള മരുന്ന് എന്താണ് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം 3 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ സ്തുതി എന്താണ്? അത് വിഷണ്ണ മനസ്സിന് പകരം ഉള്ള മേലാടയാണ്. ദുഃഖത്തിന് പകരം എന്താണ്? ആനന്ദ തൈലമാണ്. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വെപ്പൺ ആണ് സന്തോഷം, അല്ലെങ്കിൽ സ്തുതി എന്ന ആ ഒരു കാര്യം. ഈ സ്തുതിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ നല്ലതായതുകൊണ്ടല്ല. പിന്നെയോ സാഹചര്യം എന്താണെങ്കിലും, നമ്മുടെ സാഹചര്യം നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും നാം സ്തുതിച്ചാൽ നമ്മുടെ സാഹചര്യത്തിന് മാറ്റമുണ്ടാകും. ഹബക്കൂക്കിന്റെ പുസ്തകം 3 അധ്യായം 17, 18, 19 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലം ആകുന്നു. അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതങ്ങളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. അപ്പോൾ ഈ ഭാഗത്തും കാണുന്നത് അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളിൽ അനുഭവം ഉണ്ടാകുന്നില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകുന്നു, നിലങ്ങളിൽ ആഹാരം ഉണ്ടാകുന്നില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകുന്നു, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുന്നില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സാഹചര്യങ്ങളൊന്നും നല്ലതല്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിന് സൗഖ്യമില്ല, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ പിരിമുറുക്കങ്ങളുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്ത് സാഹചര്യമാണെങ്കിലും, പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഞാൻ ചെയ്യേണ്ടതായ ഒരു കാര്യം ആനന്ദിക്കുക, സന്തോഷിക്കുക, ഘോഷിച്ചുല്ലസിക്കുക. കാരണം എന്താ? ദൈവം എന്റെ ബലമാണ്. സാഹചര്യങ്ങൾ അല്ല, പിന്നെയോ സാഹചര്യങ്ങൾക്കുള്ള പരിഹാരകൻ ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഷ മാറുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകുന്നത്. സങ്കീർത്തനക്കാരന് എപ്പോഴും നല്ല അനുഭവം ആയിരുന്നില്ല. സങ്കീർത്തനം 40 അധ്യായം 12 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഒത്തിരി പ്രശ്നം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണ്. അനർത്ഥങ്ങൾ, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ, പിന്നെ മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, ഞാൻ പാപം ചെയ്തു പോയി, അങ്ങനെ കുറ്റബോധമുണ്ട്, ഞാൻ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പലവിധമായ സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതേ സങ്കീർത്തനത്തിൽ 16 വാക്യത്തിൽ, സങ്കീർത്തനം 40:16 ഇങ്ങനെ നാം വായിക്കുന്നു: നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ, നിന്റെ രക്ഷ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങളുണ്ട്, എന്നാൽ നാം ചെയ്യേണ്ട കാര്യം ആനന്ദിച്ച് സന്തോഷിക്കുക, പിന്നെ യഹോവ മഹത്വമുള്ളവനെന്ന് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നാം ചെയ്തെങ്കിലേ ഒക്കെ ഉള്ളൂ. നമുക്ക് പകരം വേറൊരാൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവം തന്നെക്കുറിച്ചുള്ള വെളിപ്പാട് തന്റെ വചനത്തിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവം ആരാണ്? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്താണ്? യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് സാധ്യമായി തീർന്ന ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം തിരുവചനത്തിൽ കൂടി നമുക്ക് നൽകിയിരിക്കുന്നു. ആ പരിജ്ഞാനം എന്തിനു വേണ്ടി ദൈവം തരുന്നത്? ആ പരിജ്ഞാനത്തെ ഉപയോഗിച്ച് നാം ദൈവസന്നിധിയിൽ ചെന്ന് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനും, ദൈവത്തെ സ്തുതിക്കുവാനും, ദൈവത്തിന്റെ നാമം ഘോഷിക്കുവാനും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയത് തന്റെ പരിജ്ഞാനം നമുക്ക് നൽകി. എന്നാൽ നാം ചെയ്യേണ്ട കാര്യം അതിനെ ഉപയോഗിച്ച് നാം ദൈവത്തെ സന്നിധിയിൽ സന്തോഷിക്കുക. അതാണ് ഈ വിഷണ്ണ മനസ്സിനുള്ള മരുന്ന്, മനപ്രയാസത്തിനുള്ള മരുന്ന്, നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ ജയം വരിക്കുവാനുള്ള ദൈവത്തിന്റെ മാർഗം, ദൈവിക വെപ്പൺ, ദൈവത്തിന്റെ ഒരു ആയുധം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് സ്തുതി, സ്തോത്രങ്ങളാണ്. 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഞാൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ തന്റെ മനസ്സിനോടാണ് ദാവീദ് സംസാരിക്കുന്നത്. എന്റെ മനസ്സേ, എന്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗവുമേ, എന്റെ ഹൃദയമേ, എന്റെ ആത്മാവേ, എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നാം ഓർത്തു വെക്കുന്ന എന്താ? നമ്മുടെ വിഷയങ്ങൾ. നാം മറന്നു പോകുന്ന എന്താ? ദൈവം ചെയ്ത ഉപകാരങ്ങൾ. എന്നാൽ തിരിച്ചാണ് വേണ്ടിയത്. നമ്മുടെ വിഷയങ്ങൾ നാം ദൈവത്തിന് കൈമാറണം. എന്നാൽ നാം മറന്നു പോകാൻ പാടില്ലാത്തത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ. അപ്പോൾ ഇതിനെ നാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതൊരു യാഗം എന്നാണ്. സ്തോത്രയാഗം, സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം എന്ന് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാക്രിഫൈസ് ആണ്. 107-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടു കൂടെ അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം ഒരു യാഗമാണ്. യാഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നതോ പട്ടിണി കിടക്കുന്നതോ അങ്ങനെയുള്ളതല്ല. പിന്നെയോ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ സർവ്വ അന്തരംഗം ഉപയോഗിച്ച്, നമ്മുടെ വാ ഉപയോഗിച്ച്, നമ്മുടെ ശരീരം ഉൾപ്പെടുത്തി ദൈവത്തെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നതാണ് ദൈവം പ്രസാദിക്കുന്ന യാഗം. നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന സാക്രിഫൈസ് എന്ന് പറയുന്നത് നമ്മുടെ അധരങ്ങളുടെ ഉപയോഗമാണ്. ശരിയായ രീതിയിലുള്ള ഉപയോഗം, വെറുവെറുപ്പല്ല, ഭാരമല്ല. പിന്നെയോ സ്തുതിസ്തോത്രങ്ങൾ ഉയരട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നമ്മൾ അർപ്പിക്കണം, ഇടവിടാതെ അർപ്പിക്കണം. എന്താ അർപ്പിക്കേണ്ടത്? സ്തോത്രം എന്ന യാഗം. എങ്ങനെയാ അർപ്പിക്കേണ്ടത്? ദൈവം മുഖാന്തരം പിതാവായ ദൈവത്തിന് യേശു കർത്താവിന്റെ നാമത്തെ, അല്ലെ യേശു കർത്താവിൽ കൂടി പിതാവായ ദൈവത്തിന് ദൈവത്തിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. ഒരു യാഗം എന്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്? ഒരു സാക്രിഫൈസ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? ഒരു ശ്രേഷ്ഠമായ ഒരു പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടിയാണ്. വി ഡു സാക്രിഫൈസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. ഒരു നല്ല ഭാവിക്ക് വേണ്ടി നാം ചെയ്യുന്ന കാര്യമാണ് യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ്. ദൈവത്തിന് നാം സ്തോത്രയാഗങ്ങളെ അർപ്പിച്ചാൽ, സ്തുതിസ്തോത്രങ്ങളെ അർപ്പിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു ഫ്യൂച്ചർ എന്താണ്? സമാധാനവും സന്തോഷവും ദൈവത്തിന്റെ രാജ്യത്തിന്റെ അനുഭവം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. നീതിയും, ദൈവസന്നിധിയിൽ നീതിയോടുകൂടി ജീവിക്കുക, നമുക്ക് സമാധാനവും സന്തോഷവും. ഇതാണ് നമ്മുടെ ഓഹരി, നമ്മുടെ അവകാശം. വിഷണ്ണ മനസ്സിനുള്ള മരുന്ന്, മനപ്രയാസത്തിനുള്ള മരുന്ന് സ്തുതി എന്ന മേലാട, അലങ്കാരമാല. ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം പറയുക, ദൈവസന്നിധിയിൽ സന്തോഷിക്കുക, ദൈവസന്നിധിയിൽ നൃത്തം ചെയ്യുക, ദൈവസന്നിധിയിൽ പാട്ടുപാടുക, ദൈവത്തിന്റെ മഹത്വം ഉറക്കെ ഡിക്ലെയർ ചെയ്യുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ, സ്വന്തമായി സമയം ചില ഭവനങ്ങളിൽ, അതുപോലെ ആരാധനാലയങ്ങളിൽ നാം ഏറ്റവും അധികമായി ഇത് ചെയ്തു വരേണ്ടത് ആകുന്നു.